നാൾക്കുനാൾ മുസ്ലിം ജനതയോടുള്ള BJPയുടെ ക്രൂരത വർദ്ധിക്കുകയാണ്. ഈ രാജ്യത്തെ ഏതൊരു പൗരനും അവരുടെ ജാതി മത ഗ്രന്ഥങ്ങളെ പഠിക്കുവാനും ആചാരങ്ങളെ പിന്തുടരുവാനും അവകാശമുണ്ടെന്നിരിക്കവേ മുസ്ലിം മതത്തിലേക്കുള്ള നിരന്തരമായി കടന്നുകയറ്റം അത് ഈ രാജ്യത്തെ ഭരണഘടനയെയും നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. പലതവണ സുപ്രീം കോടതി ശാസിച്ചിട്ടും വകവയ്ക്കാതെ ചില വർഗീയവാദികളും അവരെ നയിക്കുന്ന പാർട്ടിയും പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ്. കഴിഞ്ഞ ദിവസം 30 പള്ളികൾ പൊളിച്ച യോഗിയുടെ നടപടിക്ക് പിന്നാലെ ഇതാ ഉത്തർപ്രദേശിന് ശേഷം ബംഗളൂരുവിലും ആക്രമണം നടന്നിരിക്കുകയാണ്. ബെളഗാവി ജില്ലയിലെ സാൻഡി ബസ്തൈവാദ് ഗ്രാമത്തിലെ ഈദ്ഗാഹിൽ ആക്രമിച്ചിരിക്കുകയാണ്. ഇതേ ഗ്രാമത്തിൽ നിർമ്മാണം നടക്കുന്ന മസ്ജിദുകളിൽ നിന്നും തിങ്കളാഴ്ച രാത്രി ഖുറാൻ ഗ്രന്ഥങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോയി കത്തിച്ചിരുന്നു. മസ്ജിദിന് സമീപത്തെ വയലിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥങ്ങൾ കരിഞ്ഞ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. പ്രതികൾ ആരാധനാലയ കേന്ദ്രത്തിന്റെ 4 താഴികക്കുടങ്ങളും സമീപത്തെ ചില ഘടനകളും ഉൾപ്പെടെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെന്ന് ബംഗ്ലാവി പോലീസ് കമ്മീഷണർ യാഡ മാർട്ടിൻ മർഭാദാനി പറഞ്ഞു. ഖബറുകളും ഫലകങ്ങളും വികൃതമാക്കിയെന്നും ഇവർക്ക് അതിൽ പങ്കുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. അവരുടെ കുറ്റസമ്മതത്തെ തുടർന്നാണ് അറസ്റ്റ്. ഞങ്ങൾ കാര്യമായ തെളിവുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും കമ്മീഷണർ പറഞ്ഞു. ആക്രമികളെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇസ്ലാം മതവിശ്വാസികൾ അന്ന് പ്രതിഷേധ റാലി നടത്തിയിരുന്നു. കമ്മീഷണറുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോയത്. എന്നാൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് മുസ്ലിമുകൾ അണിനിരന്ന പ്രതിഷേധ റാലി ബെളഗാവി നഗരത്തിലെ ചെന്നമ്മ സർക്കിൾ സംഘടിപ്പിച്ചു. ഇതേ തുടർന്ന് കേസ് കൈകാര്യം ചെയ്യുന്നതിൽ അലംഭാവം കാണിച്ചു എന്നതിന് ബെളഗാവി റൂറൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ വകുപ്പ് അന്വേഷണം വരെ സസ്പെൻഡും ചെയ്തു. മതഗ്രന്ഥങ്ങളെ ഒരുപോലെ കാണുന്ന ഒരു രാജ്യമാണിത്. അവിടെയാണ് ഖുറാൻ കത്തിക്കാൻ കൈപൊക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം 225 മദ്രസകളും 30 പള്ളികളും 25 മഖ്ബറകളും 6 ഈദ്ഗാഹുകളും എന്നിവ ഉത്തർപ്രദേശിൽ പൊളിച്ചു നീക്കിയിരുന്നു. അത് പല വാർത്താ മാധ്യമങ്ങളും മുഖ്യ വാർത്തയാണ്. പക്ഷേ നമ്മൾ അത് പുറത്തു കൊണ്ടുവന്നിരുന്നു. മഹാരാജ്ഗഞ്ച്, ശ്രീവാസ്തി, ബഹ്റൈച്ച്, സിദ്ധാർത്ഥ് നഗർ, ബലാൻറാംപൂർ, ലിഖിപൂർ ഖേരി, പിലിഭിത്ത് തുടങ്ങിയ 7 അതിർത്തി ജില്ലകളിലാണ് ഈ നടപടികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശ്രീവാസ്തിയിൽ മാത്രം 104 മദ്രസകളും 1 പള്ളിയും 5 മഖ്ബറയും 2 ഈദ്ഗാഹുകളും പൊളിച്ചു മാറ്റുകയായിരുന്നു. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ മുസ്ലിം മതസ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായിട്ടാണ് UP സർക്കാർ എത്തിയത് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ പള്ളികൾ പൊളിക്കുകയാണ്. പണ്ട് അമ്പലമിരുന്ന സ്ഥലത്താണ് ഇന്ന് പള്ളി ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാബരി പൊളിച്ചതിൽ പ്രചോദനം ഉൾക്കൊണ്ട് നിരന്തരമായി കടന്നാക്രമിക്കുകയാണ്. ഇതൊക്കെ അവർ വളർത്തിയെടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ വർഗീയ അജണ്ടകളുടെ ഭാഗമാണ്.